Good morning. It's Happy New Year. നമ്മളിപ്പോ പുതിയ ചാപ്റ്റർ ആണ്. ഇനിയിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ CSST കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നോ? ഇനി 6ാമത്തെ ചാപ്റ്റർ മൊഡ്യൂള് 2-ലെ 6ാമത്തെ ചാപ്റ്റർ ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. ഓക്കെ, എല്ലാവരും ന്യൂ ഇയർ ഒക്കെ എന്താ അടിച്ചു വിളിച്ചോ? ഓക്കെ, നമുക്ക് ന്യൂ ഇയർ ആയിട്ട് പുതിയ ചാപ്റ്ററിൽ തുടങ്ങാം അല്ലെ. അപ്പൊ റേഡിയോളജി നമുക്കറിയാം, ഇത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടുണ്ടാവും അല്ലെ? പോയിട്ടില്ലേ? എക്സ്റേ എടുക്കാത്തവരോ സ്കാനിങ് ഒക്കെ ചെയ്യാത്തവരുണ്ടോ ഈ കൂട്ടത്തില്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടില്ലേ നിങ്ങൾ ഹോസ്പിറ്റലില്? ഇനി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കാണാത്തവരുണ്ടാവും, അല്ലെങ്കിൽ പോകാത്തവരുണ്ടാവും. എല്ലാവർക്കും അറിയാം അല്ലെ, ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് യൂസസ് ഇമേജിംഗ് ടെക്നോളജി ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. ഇവിടെ റേഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വീണു കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴോ ഡോക്ടർ അപ്പൊ തന്നെ എന്താ പറയാ, എക്സ്റേ എടുക്കാൻ പറയും അല്ലെ? എക്സ്റേ എടുക്കാൻ പറയും. അപ്പൊ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെന്ന് എക്സ്റേ എടുത്ത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പൊ എന്താ അതില് നമുക്ക് ഇമേജിംഗ് ടെക്നോളജിയാണ് നമ്മുടെ ആ ശരീരത്തിന്റെ ഉള്ളിലുള്ള ബോൺസിന്, എല്ലുകൾക്ക് എന്തെങ്കിലും പൊട്ട് വന്നിട്ടുണ്ടോ, അത് സ്ക്രാച്ച് ആണോ, എവിടെയാണെന്ന് കറക്റ്റ് നമ്മൾ ആ ഒരു പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ഇതൊരു ഇമേജിംഗ് ടെക്നോളജിയാണ് അല്ലെ? എക്സ്റേയുടെ ഷീറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ അങ്ങനെ എക്സ്റേ ഷീറ്റ് ആയിട്ട് നമ്മുടെ തരുന്നില്ല. ഇപ്പൊ എക്സ്റേ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അതിന്റെ വ്യൂ ഇടുക ചെയ്യുന്നത്. ഡയറക്റ്റ് അതിൽ കാണാം. നേരത്തെ എക്സ്റേ ഷീറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ എല്ലുകൾക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊക്കെ എക്സ്റേ എടുക്കുന്നത്. ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. റേഡിയോളജി എന്ന് പറഞ്ഞ എന്താണ്? രോഗനിർണയത്തിനായി നമ്മൾ ചെയ്യുന്ന മെഡിസിന്റെ ഒരു ബ്രാഞ്ചാണ് ഈ റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് എക്സ്റേ എടുക്കാം. എല്ലുകൾക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് പൊട്ടുണ്ടോ, എത്രത്തോളം ഉണ്ട്, എവിടെയാണ് എന്നുള്ളത് കറക്റ്റ് പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എക്സ്റേ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ എന്തെങ്കിലും വയറുവേദന ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഡോക്ടർ പറയും സ്കാൻ ചെയ്യാൻ പറയും അല്ലെ? സ്കാനിങ് പറയും. ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആണ്, പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് 3 മാസം എത്തുമ്പോൾ സ്കാനിങ്, ഫസ്റ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ സ്കാനിങ് വരും അല്ലെ? പിന്നെ ഡെലിവറിയുടെ അടുക്കുമ്പോൾ ഒരു 5-ാം മാസത്തിൽ സ്കാനിങ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താ നമുക്ക് പുറമേന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ? എന്താണ് ആ കുട്ടിയുടെ വളർച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഇമേജിംഗ് ടെക്നോളജിയിലൂടെയാണ് അല്ലേ? നിങ്ങളൊക്കെ നമ്മുടെ ലേഡീസ് ഒക്കെ ഈ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ പ്രഗ്നന്റ് ഒക്കെ ആയപ്പോഴത്തേക്കും സ്കാൻ ഒക്കെ ചെയ്തിട്ടില്ലേ? സ്കാനിങ് ഒക്കെ ചെയ്തിട്ടില്ലേ? പിന്നെ അല്ലാതെ ആണെങ്കിലും നമ്മളിപ്പോ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ CT സ്കാൻ എടുക്കാൻ പറയും. എന്തെങ്കിലും വേദന കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും സ്കാന്. ഇത് ഇപ്പൊ എന്താ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ നേരെ ചെന്ന് നമ്മൾ വിവരം പറഞ്ഞു, ഇപ്പൊ വയറുവേദനയാന്ന് പറഞ്ഞു, ജസ്റ്റ് നമ്മൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, കൂടുതൽ വേദനയൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർ പറയും അവിടെ സ്കാൻ ചെയ്യാനായിട്ട് ഓൾറെഡി പറയും അല്ലെ? ആ സ്കാൻ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കിട്ടി കഴിയുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നം, വയറിന് അകത്ത് എന്താണ് പ്രശ്നം എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അതാണ്. അപ്പൊ അതിന് വേണ്ടി ചെയ്യുന്ന ഒരു ഈ മെത്തേഡുകൾ എക്സ്റേ ഉപയോഗിക്കാം, അൾട്രാസൗണ്ട് സ്കാൻ പറയുന്നുണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണ് നമ്മുടെ രോഗം എന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇൻട്രൊഡക്ഷനിലേക്ക് ഒന്ന് വന്നേ നിങ്ങൾ. ഓക്കെ, റേഡിയോളജി. Radiology department is an essential part of
എനി ഹോസ്പിറ്റൽ. എല്ലാ ഹോസ്പിറ്റലിന്റെയും എന്താ ഒരു അത്യാവശ്യമായിട്ടുള്ള ഭാഗമാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞു പെട്ടെന്ന് വീട് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറിന് പുറമേ നിന്ന് നോക്കി അറിയാൻ പറ്റില്ല അത് ഫുള്ളായിട്ട് അത് ബ്രേക്ക് ആയോ അതോ സ്ക്രാച്ച് ആണോ വീടേക്കണേ കറക്റ്റ് പൊസിഷൻ ഒന്നും നമുക്ക് നേരെ അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇത് നമ്മള് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും എന്താണ് പറ്റിയേക്കുന്നത്, എത്രത്തോളം പൊട്ടല് വന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ടാണ് അവരവിടെ പ്ലാസ്റ്റർ ഒക്കെ ഇടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് പൊസിഷൻ നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ലാത്ത കാര്യങ്ങൾ, ഇന്റേണൽ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരുന്ന ഒരു ഇതാണ് ഇത് റേഡിയോളജി ചെയ്യുന്നത്, ആ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഇത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് ഹോസ്പിറ്റലിലെ എസെൻഷ്യൽ പാർട്ട് ആണ്, വളരെ അത്യാവശ്യമായിട്ടുള്ള ഭാഗമാണ്. റേഡിയോളജി ഇല്ലെങ്കിലോ നമുക്ക് ട്രീറ്റ്മെന്റ് നേരെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് അസുഖം എന്ന് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണ്ടേ, എന്നാലാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് ഹോസ്പിറ്റലിലെ ഒരു എസെൻഷ്യൽ പാർട്ട് ആണ് എന്നാണ് പറയുന്നത്. ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. Radiology is regarded as a branch of medicine that deals with the radiant energy. Radiant energy in the diagnosis and treatment of disease by using imaging technology. എന്താ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രോഗങ്ങളെ ഡയഗ്നോസിസ് ചെയ്യാനും അതിന്റെ ട്രീറ്റ്മെന്റിലും റേഡിയന്റ് എനർജി ഒരു കൈകാര്യം ചെയ്യുന്ന മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. എക്സ്റേ എടുത്തിട്ടുണ്ടോ? എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക് ഏത് ഭാഗത്താണ്. ഇപ്പൊ കൈയുടെയാണ് എക്സ്റേ എടുക്കണമെങ്കിൽ നമ്മൾ അവിടെ കൈ വെച്ച് കഴിയുമ്പോൾ അതേപോലെ ഒരു ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ആയി പോകും അല്ലേ, അന്നേരമാണ് നമ്മുടെ ആ എക്സ്റേ വരുന്നത്. അവിടെ റേഡിയന്റ് എനർജി ആണ് ഉപയോഗിക്കുന്നതിന് മനസ്സിലാക്കുക. റേഡിയന്റ് എനർജി ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജി. ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും അതിനുള്ള ട്രീറ്റ്മെന്റിലും റേഡിയന്റ് എനർജി കൈകാര്യം ചെയ്യുന്ന മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. Medical imaging is the visualization of body parts. Medical imaging എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഭാഗങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ് അല്ലെ. ഇമേജ് കാണിച്ചു തരികയാണ്. ഇപ്പൊ നമ്മള് എന്താ ഇപ്പൊ കൈയുടെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലുകളൊക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും അല്ലെ, അതിന്റെ എല്ലുകളുടെ ഒക്കെ. അപ്പൊ ബോഡി പാർട്സ് വിഷ്വലൈസ് ചെയ്യാണ്. ടിഷ്യൂസ്, നമ്മുടെ ടിഷ്യൂസ്, പിന്നെ ഓർഗൻസ്, ഏതെങ്കിലും അവയവങ്ങളൊക്കെ ഫോർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസ് മോണിറ്ററിങ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഡയഗ്നോസ് എന്താണ് രോഗം എന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഡിസീസ് നിരീക്ഷിക്കാൻ മോണിറ്റർ ചെയ്യാനും പറ്റും. എന്നാണ് മെഡിക്കൽ ഇമേജിംഗ് എന്നത്. എന്താ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, രോഗ നിരീക്ഷണം എന്നിവയ്ക്കായിട്ട് നമ്മുടെ ശരീരഭാഗങ്ങൾ, ബോഡി പാർട്സ്, ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻസ് എന്നിവയുടെ ഒരു വിഷ്വലൈസേഷൻ ആണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഇമേജിംഗ് എന്താണ്? മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഡിസീസ് മോണിറ്ററിംഗ് എന്നിവയ്ക്കായിട്ട് നമ്മുടെ ബോഡി പാർട്സ് അല്ലെങ്കിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻസ് എന്നിവയുടെ ഒക്കെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ മെഡിക്കൽ ഇമേജിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ റേഡിയോളജിയിൽ നമ്മൾ ചെയ്യുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എക്സ്റേ ഉപയോഗിക്കാം. എക്സ്റേ, പിന്നെ അടുത്തത് അൾട്രാസൗണ്ട്, പിന്നെ CT സ്കാന്, MRI സ്കാന്. ഇത് 4 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇതൊക്കെയാണ് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. അപ്പൊ നിങ്ങളെ അതിനകത്ത് റേഡിയോളജി എന്താന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ചോദിക്കാം. ഡാഷ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ that deals with the radiant energy in the diagnosis and treatment of disease. ഏതാണ് റേഡിയോളജി? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ സെന്റൻസ്.
Radiology is regarded as a branch of medicine that deals with the radiant energy in the diagnosis and the treatment of disease by using imaging technologies. Okay. Next നമുക്ക് നോക്കാം എന്താണ് അപ്പൊ സാധാരണയായിട്ട് നമ്മുടെ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ? എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്. ഫസ്റ്റത്തെയാണ് എക്സ്റേ എന്ന് പറയുന്നത്. എക്സ്റേ എല്ലാവരും തന്നെ എടുത്തിട്ടുണ്ട് അല്ലേ? എക്സ്റേ എടുത്തിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ എക്സ്റേയുടെ ഷീറ്റെങ്കിലും കണ്ടിട്ടുണ്ടാവും എല്ലാവരും. എക്സ്റേ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ റാപ്പിഡ്, പെട്ടെന്ന് തന്നെ ലൈക്ക് ജസ്റ്റ് കുറച്ച് സമയം മതിയോ അപ്പൊ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അവിടെ കിട്ടുകയാണ്. ഈസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ. എടുത്തിട്ടുള്ളവർക്ക് അറിയാം, എക്സ്റേ എടുക്കുമ്പോ വേദന എന്തെങ്കിലും എടുക്കോ? ആ ലൈറ്റ് ജസ്റ്റ് ഇങ്ങനെ ലൈറ്റ് ഫ്ലാഷ് ചെയ്ത് പോകുന്നു എന്നല്ലാതെ എന്തെങ്കിലും പെയിൻ നമുക്ക് വേദനയൊന്നുമില്ല. എന്താണ്? റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജ് ഓഫ് ദ സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി, പെക്യുലർലി ദ ബോൺസ്. എക്സാമിന് ചോദിക്കും. അപ്പൊ ബോൺസിന്റെ കാര്യത്തില്, പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യത്തില് നമ്മൾ ഏത് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത്? ഏത്? Which of the following imaging technology is used to observe bones? എല്ലുകളുടെ കാര്യത്തില് ഏത് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത്? എക്സ്റേ ആണ്. എക്സ്റേ ചോദിക്കൂട്ടെ, എക്സാമിന് ചോദിക്കാം. അവിടെ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. X-ray is a rapid pain-free procedure that is done to create image of the structures within the body, peculiarly the bone. പ്രത്യേകിച്ച് എല്ലുകളുടെ കാര്യത്തില് നമ്മൾ ഏത് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത്? എക്സ്റേ ആണ്. എക്സ്റേ. ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ, അസ്ഥിരോഗ വിഭാഗം, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ന്യൂമോണിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കാൻ പറയും. ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് കൂടുതലായിട്ട് ഇത് പറയുന്നത്. പിന്നെ എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഡയറക്ഷനിലുള്ള പിക്ചർ കാണാൻ പറ്റുള്ളൂ. നോക്കാം കേട്ടോ. ഒരു ഫോണിൽ നിന്നുള്ള ഒരു ചിത്രമാണ് എക്സ്റേ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷൻ ഇത് കിട്ടൂല. ഒരു ഫോണിൽ നിന്നുള്ള ഇമേജ് മാത്രമേ എക്സ്റേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. It's a rapid pain-free procedure and it is used to observe bones. Bones ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെക്നോളജി ആണ് എക്സ്റേ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അവിടെ എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ബോൺസിന്റെ കാര്യം പ്രത്യേകിച്ച് ചോദിക്കുക. അപ്പൊ ബോൺസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ്റേ ആണെന്ന് ഓർത്ത് വെക്കാം. എക്സ്റേ. നെക്സ്റ്റ് ആണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട് അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ സ്കാൻ ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനെ പ്രഗ്നന്റ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ കുട്ടീനെ ഫിറ്റസ് ഭ്രൂണം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെക്നോളജിയാണ് അൾട്രാസൗണ്ട്. നമുക്കൊക്കെ അൾട്രാസൗണ്ട് സ്കാൻ ആണ് എടുത്തത്. അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. എങ്ങനെയാണ് സ്കാൻ ചെയ്തേ? നമ്മുടെ വയറിൽ അവിടെ ഒരു ജെല്ല് പോലത്തെ സാധനം ഇങ്ങനെ പറ്റിയിട്ട് അല്ലെ, ഒരു സ്റ്റിക്ക് അതിൽ ഇങ്ങനെ ഓടിക്കും. അപ്പൊ നമുക്കത് നേരെ കമ്പ്യൂട്ടറിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ കുട്ടിയുടെ ആ വളർച്ച, അതിന്റെ ചലനം, ഇതൊക്കെ നേരെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത് എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും. നമ്മള് ഏതാണ് ഈ ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെക്നോളജി ഏതാണ്? അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട് നോക്കിയേ. അൾട്രാസൗണ്ട്. High frequency sound waves make the image of soft tissue and internal organ. ഇതെന്താ? സൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ റേഡിയേഷൻ ഒന്നുമില്ല. ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങില് റേഡിയേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, നമുക്ക് കുട്ടിക്കോ ഒന്നും ഒരു ദോഷം ഉണ്ടാകുന്നില്ല. വളരെ സേഫ് ആണ്. ചോദിക്കാം, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജി ആണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. വളരെ സേഫ് ആണ്. റേഡിയേഷൻ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. എന്തുപയോഗിച്ചിട്ടാണ്? അവിടെ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഇമേജ് കാണുന്നത്. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് make image of soft tissue and internal organs. Non-invasive procedure. Invasive, non-invasive. Invasive എന്ന് പറഞ്ഞാൽ എന്താ? ആക്രമണാത്മകമായത്. ഇവിടെ എന്താ? നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ ആക്രമണാത്മകമല്ല.
എന്നുവെച്ചാൽ വേറൊരു ദോഷമില്ല. ഇതെന്ന് പറഞ്ഞ അൾട്രാസൗണ്ട് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ അണ്ടർലൈൻ ചെയ്തിട്ടേ അത് ആക്രമണാത്മകമല്ലാത്ത non-invasive procedure, safe to observe fetus. Underline ചെയ്തിട്ട് കേട്ടോ. Observe fetus എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രൂണം. fetus. ഭ്രൂണത്തെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ് നോൺ ഇൻവാസീവ് ഇമേജിംഗ് ടെക്നോളജി. ഇതൊരു ആക്രമണാത്മകമല്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള നമ്മളെ എംബ്രിയോ ഒക്കെ അല്ലെങ്കിൽ ഫീറ്റസ് ഭ്രൂണം ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമേജിംഗ് ടെക്നോളജി. ഓക്കെ, നോൺ ഇൻവാസീവ് പ്രൊസീജിയർ സേഫ് ടു ഒബ്സർവ് ഫീറ്റസ്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ ആ സെന്റൻസ്. Non-invasive procedure safe to observe fetus. Okay, next sentence. Transducas എന്നാണ്. Transducas over skin with conducting gel. ഞാൻ പറഞ്ഞേ എങ്ങനെയത് ചെയ്യുന്നേ? നമ്മുടെ വയറിന്റെ എടുക്കുമ്പോൾ വയറിന്റെ നല്ല ഏത് ഭാഗമാണോ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് അത് ആ മുകളില് എന്ത് ചെയ്യുന്നു? ജെല്ല് ഇങ്ങനെ പറ്റിയിട്ട് ഒരു സ്റ്റിക്ക് അതിൽ ഇങ്ങനെ ഓടിക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാ? ആ ഒരു ഭാഗത്തെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ കാണാൻ പറ്റും. നിങ്ങൾ സ്കാൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അതിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കാം? ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? നമ്മുടെ ഏറ്റവും സേഫസ്റ്റ് ഇമേജിംഗ് ടെക്നോളജി ഏതാന്ന് ചോദിക്കാം. ഓക്കെ, അൾട്രാസൗണ്ട്. ഇനി ചോദിക്കാം നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമേജിംഗ് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ഫീറ്റസ്? ഏതാ ഇമേജിംഗ് ടെക്നോളജി? അൾട്രാസൗണ്ട്. നമുക്ക് തല മുതൽ കാല് വരെയുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ് കേട്ടോ അത് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ? ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് നമ്മുടെ ശരീരത്തിൽ കൂടെ കടത്തിവിട്ട് ആണ് ഇവിടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു ബോൺസിന്റെ കാര്യത്തിൽ ഇത് പറ്റില്ല. ബോൺസിന് നമ്മൾ എക്സ്റേ ആണ്. ബോൺസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ പറ്റില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ബോൺസിന്റെ കാര്യത്തിൽ ഇത് പറ്റില്ല. അൾട്രാസൗണ്ട് സ്കാനിങ്ങില് നമ്മൾ പറഞ്ഞു ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു റേഡിയേഷനും അവിടെ ഉണ്ടാകുന്നില്ല. വളരെ സേഫ് ആണ്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ടെസ്റ്റ് ആണിത്. വളരെ ചീപ്പുമാണ് എന്നുവെച്ചാൽ അത് അധികം പൈസ കുറവാണ്. ഓക്കെ, അൾട്രാസൗണ്ടിന്. ക്ലിയർ ആയില്ലേ അത്? അൾട്രാസൗണ്ട് അതായത് ആ ഒരു ജെല്ല് എന്നുള്ളതാണ് കേട്ടോ. ഒരു ജെല്ല് ആ സ്കിന്നിന്റെ മുകളിൽ പറ്റിയിട്ട് നമ്മള് എന്താ പുരട്ടുക എന്നുള്ളത്. ഒരു ജെല്ല് ആ പുരട്ടിയിട്ട് ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് അതിൽ കൂടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇമേജ് കാണുന്നതെന്നുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, CT സ്കാന്. CT സ്കാന്. എ CT സ്കാൻ നോൺ ഇൻ ദ നെയിം ഓഫ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. നോട്ട് ചെയ്തേ, CT സ്കാൻ എക്സ്പാൻഡഡ് ഫോം എന്താ? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ, CT സ്കാൻ. CT സ്കാൻ എന്ന് പറഞ്ഞാൽ എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു എക്സ്റേയില് ഒറ്റ കോണിൽ നിന്നുള്ള വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ CT സ്കാൻ ആകുമ്പോഴത്തേക്കും അവിടെ 3 ഡൈമെൻഷൻ ഇമേജ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ആ ഡിഫറൻസ്. എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് CT സ്കാനിൽ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ. ഓക്കെ, എ CT സ്കാൻ നോൺ ഇൻ ദ നെയിം of us computer tomography scan make of computer processed blend of many X-ray measurements taken from nato adonnu correct cheyide. X-ray measurements taken from X-ray measurements. sound ille കേൾക്കാൻ പറ്റുന്നില്ലേ? അതൊന്ന് കറക്റ്റ് ചെയ്യുക. ഇവിടെ ഈ ആ സെന്റൻസ് നോക്കി നമ്മള്
A CT scan known in the name of computer tomography scan make of computer processed blend of many X-ray measurements taken from TAKEN, taken from different angles to generate taken from different angle to generate cross-sectional image of specific area of an object, allowing the user to see inside the object without cutting. അതായത് നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ വിത്തൗട്ട് കട്ടിങ്. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ ആ ഉള്ളിലുള്ള ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ആയി കാണാൻ പറ്റും. ഇത് എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. പക്ഷെ എന്താ, എക്സ്റേയില് ഒരു കോണിൽ നിന്നുള്ള ചിത്രം മാത്രമേ കിട്ടുള്ളൂ. CT സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് 3 ഡയമെൻഷൻ ആണ്. 3 ഡയമെൻഷണൽ ഇമേജ് കിട്ടും. കുറച്ച് സമയം മതി, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തല മുതൽ കാല് വരെയുള്ള CT സ്കാൻ എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാനും പറ്റും. അവിടെ ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ആണ് അവിടെ കിട്ടുന്നതെന്ന് ഓർക്കാം. അതാണ് നമുക്ക് ക്രോസ് സെക്ഷണൽ ഇമേജ്. പല ആംഗിളിൽ നിന്നുള്ള, പല വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള എക്സ്റേയുടെ ചിത്രം നമുക്ക് ഇതിനകത്ത് കിട്ടും. CT സ്കാനില് 360 ഡിഗ്രിയില് 360 ഡിഗ്രി കോണിലുള്ള വ്യത്യസ്ത കോണിൽ നിന്നുള്ള എക്സ്റേയുടെ ചിത്രം നമുക്ക് ഇതിൽ കിട്ടും. CT സ്കാനില് എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത് നോക്കിയേ, MRI സ്കാൻ. MRI എന്താ എക്സ്പാൻഡഡ് ഫോം എന്നറിയോ? MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. ഒന്ന് അവിടെ നോട്ട് ചെയ്തെടുത്തോട്ടോ. MRI മാഗ്നറ്റിക്, MAGNETIC magnetic resonance, RESONANCE resonance imaging, IMAGING magnetic resonance imaging, MRI. MRI again, strong magnetic field and radio waves are used to view structure and create 3-dimensional image. Show blood clot damage. ബ്ലഡിൽ എന്തെങ്കിലും ക്ലോട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് torn ligaments എന്ന് വെച്ചാൽ പൊട്ടിയ സന്ധികള്, ലിഗ്മെന്റ്. ഏതാണ്? MRI ആണോ? MRI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? MRI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. MRI സ്കാൻ ചെയ്തിട്ടുള്ളവർ അറിയാലോ MRI. MRI ഒരു ട്യൂബ് പോലത്തെ, ഒരു ട്യൂബിന്റെ ഉള്ളിലേക്ക് നമ്മളെ എന്താ പറയാ സ്കാൻ ചെയ്യണം. നമ്മൾ ഫുൾ ആയിട്ട് ഇങ്ങനെ കയറ്റി വിടും ട്യൂബിന്റെ ഉള്ളിലേക്ക്. MRI സ്കാൻ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? MRI ചെയ്തിട്ടുണ്ടോ? യെസ്. എന്താ, നമ്മള് ഒരു ട്യൂബിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ കടത്തി വിടും. നമ്മുടെ ഏത് ഭാഗമാണ് നമുക്ക് എടുക്കേണ്ടത് അതിന്റെ ഉള്ളിലേക്ക് വിടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണത്. കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നടുവേദന ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മുട്ടുവേദന, സ്റ്റോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയാണ് ആ ബ്ലോക്ക് കാര്യമൊക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് എന്താണ് MRI ചെയ്യാം. ഓർത്തോക്കാരൊക്കെ നമുക്ക് മുട്ടിന്റെ MRI ഒക്കെ എടുക്കാനൊക്കെ പറയും. അപ്പൊ അതുപോലെ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം സമയം, കുറച്ചും കൂടി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതല്ല, കുറച്ചധികം സമയം എടുത്ത് ചെയ്യുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ല സൗണ്ട് ആയിരിക്കും. നമുക്ക് പേടി തോന്നും, നമുക്ക് നല്ല സൗണ്ട് കേൾക്കും. നമ്മളൊരു ട്യൂബിന്റെ ഉള്ളിലേക്ക് നമ്മളെന്താ ട്യൂബിൽ കൂടി നമ്മൾ കയറുന്നത് പോലെ തോന്നും. സ്കാൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം MRI എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ടു വ്യൂ ദ സ്ട്രക്ചർ. ഇവിടെ എന്താ, നമ്മള് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, റേഡിയോ വേവ്സുകളാണ്, റേഡിയേഷൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. റേഡിയോ വേവ്സുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി വിട്ടിട്ട് നമ്മുടെ ആ ബോഡിയുടെ വ്യൂ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ആൻഡ് ക്രിയേറ്റ് എ 3-dimensional ഇമേജ്. എന്താ പറയാ, 3D പിക്ചർ കിട്ടുന്നത്. 3-dimensional ഇമേജ് കാണാൻ പറ്റും. ഷോ ബ്ലഡ് ക്ലോട്ട് ഡാമേജ്, ബ്ലഡിൽ എന്തെങ്കിലും ക്ലോട്ട് ഉണ്ട്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ടോൺ ലിഗ്മെന്റ്സ്, പൊട്ടിയ സന്ധികള്, ലിഗ്മെന്റ്സ് സന്ധികള്.
ആൻഡ് ടെൻഡൻസ് എന്ന് പറഞ്ഞ സ്നായുക്കള് മലയാളത്തില് മസിലും ബോണും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിന് സ്നായുക്കൾ എന്ന് പറയും. ടെൻഡൻസ്, സ്നായുക്കൾ. സ്ട്രോങ് ഫ്ലെക്സിബിൾ ടിഷ്യൂ കണക്റ്റഡ് അവർ മസിൽസ് ടു അവർ ബോൺ. മസിലും ബോണും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം ഇതാണ് ടെൻഡൻസ്, സ്നായുക്കൾ എന്ന് പറയും. മറ്റേ ലിഗ്മെന്റ്സ് അറിയാലോ, സന്ധികൾ അറിയാലോ. സന്ധികൾ എന്താ? A fibrous connective tissue that connect bone to bone. രണ്ട് ബോണുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ, അതാണ് ലിഗ്മെന്റ് എന്ന് പറയുന്നത്. സന്ധി എന്ന് പറയും. സന്ധികൾ ബോൺസുകളെ തമ്മിൽ, എല്ലുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ, അതാണ് ലിഗ്മെന്റ്സ്. അപ്പൊ പൊട്ടിപ്പോയ സന്ധികള്, പിന്നെ അതുപോലെ ടെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നായുക്കള്, ആൻഡ് അതർ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റി ഇൻവാസീവ്, അതായത് എന്താണ് ആക്രമണാത്മകമായ ടിഷ്യൂസ്, അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒരു 3 ഡയമെൻഷണൽ ഇമേജ് നമുക്ക് കാണിച്ചു തരും MRI എന്ന് പറയുന്നത്. MRI സ്കാന്. MRI ഇത് കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ല, എക്സ്പെൻസീവ് ആണ്, കുറച്ചധികം സമയം എടുത്ത് ചെയ്യുന്നതാണ്, നമ്മൾ നല്ല സൗണ്ട് കേൾക്കും. ഇതാണ് MRIയുടെ പ്രത്യേകത. ഓക്കെ, അങ്ങനെ 4 തരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജിയാണ് സാധാരണ നമ്മൾ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നത്. എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. പേരിൽ നിന്ന് തന്നെ അറിയാം എന്തിനു വേണ്ടിയാ? ഡയഗ്നോസ് ചെയ്യുക, രോഗനിർണയം നടത്താൻ വേണ്ടി ആണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇന്റർവെൻഷണൽ റേഡിയോളജി ആണ്. ഇന്റർവെൻഷണൽ റേഡിയോളജി ഡീറ്റെയിൽ അവിടെ പറയുന്നുണ്ട് കേട്ടോ, താഴെ ഉണ്ട്. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ അവിടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ മാത്രമല്ല ട്രീറ്റ്മെന്റും കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മള് ബ്രെയിനിലൊക്കെ എന്തെങ്കിലും നമ്മള് ചികിത്സയും ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അത്ര ഓർത്ത് വെക്കാം. ഇന്റർവെൻഷണൽ റേഡിയോളജി. നമ്മൾ ബ്ലഡ് വെസൽസിലൊക്കെ എന്തെങ്കിലും അടിഞ്ഞൂടി ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ആ ബ്ലോക്ക് ഒക്കെ മാറ്റുന്ന ആ ഒരു പ്രൊസീജിയർ ഇന്റർവെൻഷണൽ റേഡിയോളജി. താഴെ ഉണ്ട്, ഡീറ്റെയിൽ ഉണ്ട്, അന്നേരം പറയാം. പിന്നെ അടുത്താണ് റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഓങ്കോളജി? സ്റ്റഡി ഓഫ് ക്യാൻസർ. ഓക്കെ, വെരി ഗുഡ്. സ്റ്റഡി ഓഫ് ക്യാൻസർ, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം. ക്യാൻസർ ട്രീറ്റ്മെന്റിലും റേഡിയേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. റേഡിയേഷൻസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കുന്നത് ആണ് റേഡിയേഷൻ ഓങ്കോളജി. ക്യാൻസർ ട്രീറ്റ്മെന്റിലും റേഡിയേഷൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെയൊക്കെ നമ്മൾ കരിച്ചു കളയുകയും ചെയ്യുന്നത് റേഡിയേഷൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഫസ്റ്റ് ഇത് നോക്കിയേ, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. റേഡിയോളജിസ്റ്റ് എംപ്ലോയ് ഇമേജിംഗ് ടെക്നിക് like X-ray, ultrasound, CT scan, and MRI scan to identify disorder throughout the body. Radiologist employ imaging techniques. Radiologist എന്താണ്? ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ പോലുള്ള ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഡിസീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. Radiologist employ imaging technology like X-ray, ultrasound, CT scan, and MRI scan to identify disorders throughout the body. ബോഡിയുടെ ഉള്ളിലുള്ള എല്ലാ ബോഡിയിൽ മൊത്തമുള്ള എല്ലാ ഡിസോർഡേഴ്സും ഡിസീസുകളും ഈ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതാണ് ഡയഗ്നോസിസ് റേഡിയോളജി. ഡയഗ്നോസിസ് ചെയ്യുന്നു, രോഗനിർണയം നടത്തുന്നു.
രണ്ടാമത്തത് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗ്നോസിസ് മാത്രമല്ല ചെയ്യുന്നത്, അവിടെ ട്രീറ്റ്മെന്റ് കൂടി, അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുകയാണ്. Radiology that focus on using minimally invasive interventional technique, non-surgical treatment, then to diagnose and treat patient. So, okay, radiology that focus on the using minimally invasive interventional technique. നമ്മള് ഇതെങ്ങനെയാ? നോൺ സർജിക്കൽ, സർജറി ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഓപ്പൺ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിവിടെ താഴെ പറയുന്നുണ്ട്, ആൻജിയോപ്ലാസ്റ്റി നിങ്ങൾ പഠിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ പറയാം. വെച്ചാൽ നമ്മുടെ സർജറി, നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് സർജറി ഒന്നും ചെയ്യാതെ തന്നെ നമ്മളത് ബ്ലോക്ക് മാറ്റുക ചെയ്യുന്നത്. അത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ എന്ത് ചെയ്യുന്നു? ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ്. രോഗം എന്ത് ചെയ്യുന്നു? ഡയഗ്നോസ് ചെയ്യുന്നു, അതനുസരിച്ച് ട്രീറ്റ്മെന്റും കൊടുക്കുന്നു. മിനിമലി ഇൻവാസീവ് ഉണ്ടാവും. മിനിമലി കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള ടെക്നിക്കുകള്, ഇന്റർവെൻഷണൽ ടെക്നിക്കുകള് ഉപയോഗിച്ച്, അതായത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്. സർജറി, ഓപ്പൺ സർജറി ഒന്നും വേണ്ട. ഇപ്പൊ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഓപ്പൺ സർജറി ചെയ്യണം. അത് ഭയങ്കര റിസ്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിക്കുകയും ചെയ്യണം ഓപ്പൺ സർജറി ആകുമ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്താൽ മതി. ഇപ്പൊ അത്രയും ഉള്ള ഫെസിലിറ്റികളൊക്കെ ഉണ്ട് അല്ലെ? നമ്മള് അത് ഡീറ്റെയിൽ അന്നേരം പറയാട്ടോ, എങ്ങനെ ചെയ്യാന്നുള്ളത് അന്നേരം പറയാം. അപ്പൊ അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ട് നമ്മൾ സർജറി കൂടാതെ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദീസ് ഇൻക്ലൂഡ്സ്. അപ്പൊ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നതാണ് ഇത് ചോദിക്കുക കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ആൻജിയോഗ്രഫി, ANGIOGRAPHY, ആൻജിയോഗ്രഫി, അല്ലെങ്കിൽ ആർട്ടീരിയോഗ്രഫി എന്ന് പറയാട്ടോ. അവിടെ ഒന്ന് എഴുതി വെച്ചോ അവിടെ, ആൻജിയോഗ്രഫി ഓർ ആർട്ടീരിയോഗ്രഫി, ARTERIO, ആർട്ടീരിയോഗ്രഫി ഒന്നാമത്തെ. രണ്ടാമത്തെയാണ് ബയോപ്സി പ്രൊസീജിയർ, ബയോപ്സി. പിന്നെ മൂന്നാമത്തെയാണ് കാർഡിയാക് കാത്തറൈസേഷൻ. അടുത്തത് ആൻജിയോപ്ലാസ്റ്റി. ഇതെല്ലാം ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നതാണ്. ഇതിനകത്ത് ഒന്നാമത്തെ നോക്കിയേ, ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ. ഇതാണ് ആൻജിയോഗ്രഫി ഓർ ആർട്ടീരിയോഗ്രഫി. അതിങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആർട്ടീരിയോഗ്രഫി. is a medical imaging technique used to visualize inside of blood and organs of the body. നമ്മുടെ ബ്ലഡിലൊക്കെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് കണ്ടുപിടിക്കുന്ന, ബ്ലോക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ചത്, നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, DIAGNOSTIC. പെട്ടെന്ന് ഒരു അർത്ഥം മനസ്സിലാക്കി വെക്കുക. ആൻജിയോഗ്രഫിയും ആൻജിയോപ്ലാസ്റ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞ എന്താണ്? എവിടെയാണ് ബ്ലോക്ക് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻജിയോഗ്രഫി. പിന്നെ ചില നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൻജിയോഗ്രാം എന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കേട്ടേക്കുന്നത്. ആൻജിയോഗ്രാം കേട്ടിട്ടില്ലേ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ ബ്ലോക്ക് ഒക്കെ അടിച്ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ അപ്പൊ തന്നെ ആൻജിയോഗ്രാം ചെയ്യണം. ആൻജിയോഗ്രാം ചെയ്താലാണ് എത്ര ബ്ലോക്ക് ഉണ്ട്, എവിടെയാണ് ബ്ലോക്ക് എന്ന് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഈ ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാല് അതും ഈ ആൻജിയോഗ്രാമും സെയിം തന്നെയാണ് കേട്ടോ. രണ്ടും ഒറ്റ ഇത് തന്നെയാണ്. രണ്ടും എന്താ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അതായത് ആൻജിയോഗ്രഫിയും ആൻജിയോഗ്രാമും സെയിം ആണ്. ചില ഹോസ്പിറ്റലുകളിൽ കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയും, എന്നാൽ ചില ഹോസ്പിറ്റലുകളിൽ കൊറോണറി ആൻജിയോഗ്രഫി എന്നും പറയും. രണ്ടും എന്താണ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ്. ക്ലിയർ ആകുന്നില്ല നിങ്ങൾക്ക്? ആൻജിയോഗ്രഫിയും ആൻജിയോഗ്രാമും സെയിം ആണ്. അത് രണ്ടും എന്താണ് നമ്മള് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ്. എവിടെയാണ് ഇപ്പൊ നമ്മള് എന്താ പറയാ, ഏതൊക്കെ ബ്ലഡ് വെസൽസിലാണ് ബ്ലോക്ക് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ, ബ്ലോക്ക് എവിടെയാണ്, എത്ര ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം. രണ്ടും സെയിം ആണ്. ഇനി രണ്ടാമത്തെ നോക്കിയേ, ബയോപ്സി.
കേട്ടിട്ടുണ്ടോ? ക്യാൻസർ ഒക്കെ നമ്മൾ ഇതൊക്കെ ആണെങ്കിൽ പറയും എന്തെങ്കിലും ഒരു ഡൗട്ട് ഒക്കെ ഡോക്ടറിന് ഉണ്ടെങ്കിൽ ഡോക്ടർ ബയോപ്സിക്ക് അയക്കാന്ന് പറയും. എന്താ ബയോപ്സി എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ജീവനുള്ള ഒരു കോശം, ഒരു ടിഷ്യൂ, ഒരു സ്മോൾ പീസ് ഓഫ് ടിഷ്യൂ അത് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റിന് വേണ്ടി അയക്കാണ്. അത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ എക്സാമിൻ ചെയ്ത് ആ ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോഴേ നമുക്ക് ക്യാൻസറിനൊക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ബയോപ്സിക്ക് അയക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ എന്താന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ. ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലിവിങ് ടിഷ്യൂ, ഒരു ചെറിയ സ്മോൾ പീസ് ഓഫ് ടിഷ്യൂ നമ്മൾ എക്സാമിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അതാണ് ബയോപ്സി പ്രൊസീജിയർ. അത് ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നതാണ്. പിന്നെ അടുത്തതാണ് മൂന്നാമത്തെ കാർഡിയാക് കാത്തറൈസേഷൻ. കാർഡിയാക് കാത്തറൈസേഷൻ ഇതും എന്താണ്? നമ്മള് കാത്ത് ലാബ്, നമ്മളെ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇപ്പൊ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പറയില്ലേ, ഇതിന് മുന്നേ ഒരു കാര്യം ഓർക്കാം, കത്തീറ്റർ. കത്തീറ്റർ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? കത്തീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പില് ഒരു നീഡില് പോലെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിലേ, ഇപ്പൊ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യണത് ഈ എന്താണ് നമ്മള് ഈ കത്തീറ്ററിന്റെ ഇതോടുകൂടിയാണ് നമ്മൾ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അത് മാറ്റുന്നത് ആൻജിയോപ്ലാസ്റ്റിയിലും ഈ നമ്മള് ഏതാണ് ഈ കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ മെഡിക്കൽ പ്രൊസീജിയർ ഡൺ ബൈ കാർഡിയോളജിസ്റ്റ്. കാർഡിയോളജിസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് ഈ കാർഡിയാക് കാത്തറൈസേഷൻ. യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഹാർട്ട് ഫങ്ഷൻ, ഹൃദയത്തിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, പിന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ കണ്ടീഷൻസ്, ഹൃദയത്തിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് കാർഡിയാക് കാത്തറൈസേഷൻ. അതായത് ഇവിടെ കത്തീറ്റർ ആണ് ഉപയോഗിക്കണേന്ന് ഓർക്കുക. കത്തീറ്റർ നമ്മുടെ ആർട്ടീരിയയിലേക്കോ അല്ലെങ്കിൽ വെയിനിലേക്കോ ഒക്കെ കടത്തിവിടും. അത് നമ്മൾ നെറ്റിക്കൂടെ കഴുത്തിക്കൂടെ ഒക്കെ ആണെങ്കിലും നമ്മുടെ വെയിനിലേക്കൊക്കെ കടത്തി വിട്ടിട്ട് ആ സംഭവം കത്തീറ്റർ ആ വെയിനിൽ കൂടെ പോയിട്ട് ബ്ലോക്ക് എവിടെയാന്ന് അത് കണ്ടുപിടിക്കും. ഓക്കെ, ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി കാത്ത് ലാബിൽ ഉപയോഗിക്കുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് കാർഡിയാക് കാത്തറൈസേഷൻ. ഹൃദയത്തിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്, നമ്മുടെ കാർഡിയോ വാസ്കുലർ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? കത്തീറ്റർ ആണ്. കത്തീറ്റർ, CATHETHER. ഇനി ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അവിടെ വേണമെങ്കിൽ ഒന്ന് കത്തീറ്റർ യൂസ് ചെയ്യണം. കത്തീറ്റർ എന്നൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. കത്തീറ്റർ, CATHETER, കത്തീറ്റർ. ഈ കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ കത്തീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ വരാൻ കാര്യം, കാർഡിയാക് കാത്തറൈസേഷൻ. നമ്മുടെ അത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫ്ലെക്സിബിൾ ചെറിയ ട്യൂബ് പോലെയാണ്. അതിന്റെ ടിപ്പിൽ ഒരു നീഡിൽ ഉണ്ടാവും. അത് വെയിനിൽ കൂടെയൊക്കെ ആർട്ടീരിയയിൽ കൂടെ വെയിനിൽ കൂടെ കടത്തി വിട്ടിട്ടാണ് ബ്ലോക്ക് എവിടെയാന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മള് യൂറിനറി കത്തീറ്റർ ഉണ്ട്. യൂറിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇടുന്നതാണ് യൂറിനറി കത്തീറ്റർ. കാർഡിയാക് കാത്തറൈസേഷൻ. പിന്നെ അടുത്തതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി അത് നോക്കിയേ, ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ. ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ, ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആൻജിയോഗ്രഫി എന്താ പറഞ്ഞേ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആന്ന് പറഞ്ഞു അല്ലെ? രോഗനിർണയം, ബ്ലോക്ക് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം. ഇനി എന്താ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അത് ആ പ്രൊസീജിയർ, ആ ബ്ലോക്ക് മാറ്റുന്ന രീതി, അതാണ് ആൻജിയോപ്ലാസ്റ്റി. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ്. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം എങ്ങനെയാന്നുള്ളത്. ഒന്ന് എഴുതൊന്നും വേണ്ട, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഏതാ ഉപയോഗിക്കുന്നത്, ഏതാ കത്തീറ്റർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു.
ഈ കത്തീറ്റർ നമ്മുടെ ബ്ലോക്ക് എവിടെയാന്ന് കത്തീറ്റർ കടത്തി വിടുമ്പോ ബ്ലോക്ക് ഉള്ള ഭാഗം കണ്ടുപിടിക്കാലോ. അപ്പൊ അങ്ങനെ ആ ബ്ലോക്ക് ഉള്ള ഒരു ഭാഗത്ത് ഒരു സ്റ്റെൻഡിന്റെ സഹായത്തോടു കൂടി ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ്. അതായത് ബ്ലോക്ക് ഉള്ള സ്ഥാനത്ത് ഒരു ബലൂൺ പോലത്തെ ഇത് വെക്കും. അതാണ് ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയാണ് ബ്ലോക്ക് ഉള്ളത് ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ബലൂൺ വെച്ച് വികസിപ്പിക്കും. എന്താണ് ഫാദറിന് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടെന്ന്, ഫാദറിന് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ കത്തീറ്റർ കടത്തി വിട്ടിട്ട് ബ്ലോക്ക് ഉള്ള ഭാഗം ഒരു സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്ന കേട്ടോ, സ്പ്രിങ് പോലെ ഇരിക്കുന്ന വളരെ നേർത്തതായിട്ടുള്ള ഒരു മെറ്റല്, വളരെ സുരക്ഷിതമായിട്ടുള്ള മെറ്റല് കൊണ്ടാണ് സ്റ്റെൻഡ്. ഇങ്ങനെ റിങ് ഇങ്ങനെ പോലെ ഇരിക്കൂലേ, ഇങ്ങനെ നമ്മള് ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഒരു സംഭവം സ്റ്റെൻഡ്, ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്നതെന്ന് ഓർക്കുക. ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കേണ്ട സംഭവമാണ് സ്റ്റെൻഡ്. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു ഭാഗത്ത് നമ്മൾ ആ സ്റ്റെൻഡിന്റെ സഹായത്തോടു കൂടി ബ്ലോക്ക് മാറ്റുന്ന രീതിയാണ്. ബ്ലോക്ക് ഉള്ള സ്ഥാനത്ത് നമ്മൾ ബലൂൺ വെച്ച് അവിടെ വികസിപ്പിക്കും. ബ്ലോക്ക് എവിടെയാ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കുടല് ചുരുങ്ങിയിരിക്കണല്ലേ, അവിടെ അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന ചുരുങ്ങിയിരിക്കുന്നതാണ് ബ്ലഡ് വെസൽ. ബ്ലഡ് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്നില്ല, അതാണ് അവിടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഒരു ബലൂൺ വെച്ച് അവിടെ വികസിപ്പിക്കും. എന്നിട്ട് ആ സ്റ്റെൻഡ്, ആ സ്പ്രിങ് പോലെ ഇരിക്കുന്ന മെറ്റൽ കൊണ്ടുള്ള സംഭവം ആ ഭാഗത്ത് വെക്കും, ഇൻസേർട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ബ്ലോക്ക് സ്റ്റെൻഡിന്റെ സഹായത്തോടുകൂടി. അപ്പൊ പിന്നെ ആ കുഴല് പിന്നെ ചുരുങ്ങൂലല്ലോ, അതങ്ങനെ നിവർന്ന് തന്നെ ഇരുന്നോളും. അത് തന്നെ അങ്ങനെ. അപ്പൊ അങ്ങനെ ആ ബ്ലോക്ക് സ്റ്റെൻഡിന്റെ സഹായത്തോടു കൂടി പൂർണ്ണമായും ഓക്കെ. അപ്പൊ ഈ ബ്ലോക്ക് സ്റ്റെൻഡിന്റെ സഹായത്തോടു കൂടി പൂർണ്ണമായും നീക്കുന്ന ഒരു രീതിയാണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊസീജിയർ ആണ് കേട്ടോ, അത് പ്രൊസീജിയർ ആണ്. മറ്റേത് ടെസ്റ്റ്, ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ആണ് ആൻജിയോഗ്രഫി. എന്നാൽ ബ്ലോക്ക് മാറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് ഓർക്കാം. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി ഒരു ട്രീറ്റ്മെന്റ് ആണ്, ട്രീറ്റ്മെന്റ്. മറ്റേത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അത് രണ്ടും ഒന്ന് അവിടെ എഴുതി വെച്ചോട്ടോ. ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് എഴുതി വെക്കാം. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ആണത്, ട്രീറ്റ്മെന്റ്, ബ്ലോക്ക് മാറ്റുന്ന രീതി, ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത് 4 ഏതിനകത്ത് വരുന്നതാണ്, ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നതാണ്. അപ്പൊ ചോദിക്കാം, ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ഏത് ആൻജിയോഗ്രഫി ഉണ്ട്, ബയോപ്സി വരുന്നുണ്ട്, കാർഡിയാക് കാത്തറൈസേഷൻ ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻജിയോപ്ലാസ്റ്റി. ഇനി അടുത്തത്, ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് ആണ്, ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതി, ഒരു പ്രൊസീജിയർ ആണ്. ബ്ലോക്ക് എവിടെയാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞില്ല, ബ്ലോക്ക് ഉള്ള ഭാഗത്ത് ബലൂൺ വെച്ച് അവിടെ വികസിപ്പിക്കും. എന്നിട്ട് അവിടെ സ്റ്റെൻഡ് എന്ന് പറഞ്ഞ സ്പ്രിങ് പോലെ ഇരിക്കുന്ന വളരെ സുരക്ഷിതമായിരിക്കുന്ന ഒരു മെറ്റലാണ്, അത് അവിടെ വെക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെ ബ്ലഡ് വെസൽ ചുരുങ്ങൂലല്ലോ. അപ്പൊ അത് അങ്ങനെ ആ സ്റ്റെൻഡിന്റെ സഹായത്തോടു കൂടി ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞു സ്റ്റഡി ഓഫ് ക്യാൻസർ ആണ്, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ്. റേഡിയേഷൻ ഓങ്കോളജി ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യൻസ്. റേഡിയേഷൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹൈലി റേഡിയേഷൻസ് ആണ്, വോൾട്ടിലുള്ള റേഡിയേഷൻ ആണ് ഇവിടെ നമ്മൾ ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓക്കെ, റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓർ ക്യാൻസർ പേഷ്യൻസ്. ക്യാൻസർ ഉള്ള കോശങ്ങളെ ഈ റേഡിയേഷൻ ഉപയോഗിച്ച് കരിച്ചു കളയുക ചെയ്യുന്നത്. ഹൈ എനർജി റേഡിയേഷൻ യൂട്ടിലൈസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഡിസ്ട്രോയ് ദ ക്യാൻസർ സെൽ. ക്യാൻസർ കോശങ്ങളെ എന്ത് ചെയ്യുന്നു, നശിപ്പിച്ചു കളയുന്നു. ആൻഡ് പ്രിവെന്റ് ദം ഫ്രം പ്രോലിഫറേറ്റിംഗ്. പ്രോലിഫറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വ്യാപനം, സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. അതെന്ത് ചെയ്യുന്നു, ആ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങൾ അടുത്ത ഇതിലേക്കും അത് വ്യാപിക്കാതെ എന്ത് ചെയ്യുന്നു, അതിന്റെ വ്യാപനത്തെ തടയുന്നു.
prevent them from proliferating. അത് കൂടുതൽ അടുത്ത കോശങ്ങളിലേക്ക് വ്യാപിക്കാതെ തടയുന്നു. Thus, this process can either regulate the problem or can cure it entirely. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ക്യാൻസർ എന്ന് പറഞ്ഞ പ്രശ്നത്തെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റേഡിയേഷൻ ഒക്കെ ചെയ്യണമല്ലോ, ആ ഒരു പ്രശ്നത്തെ നിയന്ത്രിച്ചു നിർത്തുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഭേദമാക്കുന്നു. ഇഷ്ടംപോലെ പേര് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ അറിയുകയാണെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റാം. ക്യാൻസർ അങ്ങനെ ഒത്തിരി പേർക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴാണ് നമ്മൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആവുന്നത്. ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഓക്കെ, ഇതാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി, അതൊന്ന് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. റേഡിയേഷൻ ഓങ്കോളജി ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യൻസ്. എന്ത് ചെയ്യുന്നു, ആ റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് അടുത്ത കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുന്നു, അതിന്റെ വ്യാപനത്തെ പ്രിവെന്റ് ചെയ്യുന്നു, തടയുന്നു. ഇത് നമ്മുടെ എന്താണ്, ആ ഒരു പ്രശ്നത്തെ റെഗുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് മാറ്റുകയോ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതിന്റെ ഒരു ഇത് നോക്കാം. ലൊക്കേഷൻ ആണ്, എവിടെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലൊക്കേഷൻ? ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. താരതമ്യേന എവിടെയായിരിക്കണം? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ബ്ലഡ് ബാങ്ക് നമ്മൾ പറഞ്ഞില്ലേ, എവിടെയാ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ? ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? താരതമ്യേന എവിടെയായിരിക്കണം? ഏറ്റവും സേഫ്, ഏറ്റവും നല്ലത് എവിടെയാ? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. ഒരു 10 നില ബിൽഡിംഗ് ആണെങ്കിൽ 10 നിലയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്കാൻ ചെയ്യാനും ഇതിനൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ചെല്ലാനും പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ മെഷീൻസുകളൊക്കെയാണ്, അതൊക്കെ അത്രയും മുകളിലേക്ക് എത്തിക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള ക്ലൗഡും ഒക്കെ സേഫ് ആയിരിക്കണം. അതുകൊണ്ട് ഏറ്റവും അഭികാമി എവിടെയാണ്? ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഐഡിയലി ഓൺ ദ ഡാഷ് ഫ്ലോർ. ഏത് ഫ്ലോറിലാ? ഗ്രൗണ്ട് ഫ്ലോർ. ഓപ്ഷൻ തരും, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. സെക്കൻഡ് നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് എന്താ? ദ ഗ്രൗണ്ട് ഫ്ലോർ ഈസ് ദ ഒപ്റ്റിമൽ ലൊക്കേഷൻ ഫോർ സോഫിസ്റ്റിക്കേറ്റഡ്. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായ. The ground floor is the optimal location for sophisticated, സങ്കീർണമായിട്ടുള്ള equipments like CT and MRI scanners. CT സ്കാനർ, MRI സ്കാനർ ഒക്കെ വലിയ വലിയ മെഷീൻ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള ആ മെഷീൻസുകൾ വെക്കാനായിട്ട് ഏറ്റവും പറ്റിയത് എവിടെയാ? ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ആയിരിക്കണം. ഓക്കെ, ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ എന്താ? അനുയോജ്യമായ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രൗണ്ട് ഫ്ലോർ ആണ്. എന്തിനു വേണ്ടിയാ? ഫോർ സോഫിസ്റ്റിക്കേറ്റഡ്, സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ലൈക്ക് CT ആൻഡ് MRI സ്കാനേഴ്സ്. ഇതിനൊക്കെ CT MRI സ്കാനേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. പിന്നെ അടുത്ത് നോക്കിയ മൂന്നാമത്തെ പോയിന്റ്, ദ ഡിപ്പാർട്ട്മെന്റ് നോട്ട് ഓൺലി കെയർസ് ഫോർ walk-in patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. The department is not only care walk-in patients ന് മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് കെയർ കൊടുക്കുന്നത്, but also emergency patients. എമർജൻസി പേഷ്യൻസിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതായത് who may be unable to walk or who require rapid scanning to make diagnosis. നടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഡയഗ്നോസിസ് ഒക്കെ വേണ്ടി വരൂലേ, രോഗനിർണയം പെട്ടെന്ന് ആവശ്യമുള്ള എമർജൻസി പേഷ്യൻസിനും ഈ ഡിപ്പാർട്ട്മെന്റ് പരിപാലിക്കുന്നുണ്ട്, കെയർ കൊടുക്കുന്നുണ്ട്. The department not only cares for walk-in patients. Walk-in patientsന് മാത്രമല്ല, നടക്കാൻ പറ്റാത്തത് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് നമ്മൾ സ്കാനിങ് ഒക്കെ ആവശ്യമായിട്ടുള്ള എമർജൻസി പേഷ്യൻസിനും ഈ ഡിപ്പാർട്ട്മെന്റ് കെയർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു OPD പേഷ്യൻസ്, ഇൻപേഷ്യന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഈ OPD പേഷ്യൻസിന്, OPD എന്നാ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? OPD
OPD പേഷ്യൻസിന്, ഇൻപേഷ്യൻസിന്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കണം. It should be easily reachable. പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. OPD-യിലുള്ള പേഷ്യൻസിന് വേഗത്തിൽ എത്തിച്ചേരാൻ, ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം. അടുത്ത് നോക്കിയേ, ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്. ഇത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ വെക്കരുത്. കണ്ടോ? should not be put between other department. ഇത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നവർക്ക് തിരക്കുണ്ടാവും. ഒക്കെ നമ്മളിപ്പോ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കാനിങ് ആവശ്യമായിട്ടുള്ളവർക്ക് മാത്രം തന്നെ പെട്ടാൽ മതിയല്ലോ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ വെച്ച് കൺജസ്റ്റഡ് ആവരുത്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ വെക്കരുതെന്ന്. should not be put between other departments. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ വെക്കരുത്. അടുത്ത് നോക്കിയേ, it should have some room for expansion at a later date. It should have some room. ചില എന്തുണ്ടായിരിക്കണം, ചില റൂമുകൾ വേണം ഫോർ എക്സ്പാൻഷൻ. അതായത് പിന്നീട് നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് റൂമൊക്കെ എക്സ്പാൻഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി വേണം, വിസ്താരം വേണം നമുക്ക് അതിനുള്ള. ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മളൊരു ചെറുതാണ്, പിന്നെ ഹോസ്പിറ്റൽ വലുതാവണതിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മിഷ്യൻസ് ഒക്കെ എക്സ്ട്രാ കൊണ്ടുവരുന്നതിന്റെ അനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്യണം. പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവും കൂടി കാണുന്നത്. അതായത് തിങ്ങിക്കൂട്ടിയൊക്കെ ഇരിക്കരുത്, ഒരു ഇച്ചിരി വിസ്താരമുള്ള സ്ഥലമായിരിക്കണം. ഇനി എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണം, 1-2 റൂം കൂടി അതിനോട് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണമെങ്കിലൊക്കെ അതിനുള്ള ഒരു സ്ഥലവും കൂടി നമ്മൾ കാണണം. മനസ്സിലായോ നിങ്ങൾക്ക്? It should have some room for expansion at a later date. പിന്നീടുള്ള തീയതികളിൽ, പിന്നീട് നമുക്കത് എക്സ്പാൻഡ് ചെയ്തെടുക്കണം, കുറച്ച് റൂം കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അതിനുള്ള ഒരു സൗകര്യവും കൂടി വേണം. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വഴക്കം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. എക്സ്പാൻഡബിലിറ്റി, ഇപ്പൊ പറഞ്ഞില്ലേ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഇത് വേണം, എക്സ്പാൻഡബിലിറ്റി. ആൻഡ് അപ്ഗ്രേഡബിലിറ്റി. അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ചാൽ പുതുക്കുക, അല്ലെങ്കിൽ അത് ഉയർത്തുക, കുറച്ചുകൂടി പുതുക്കുന്ന രീതിയിൽ. അപ്ഗ്രേഡബിലിറ്റി required to be taken into account while sitting the department. ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി എന്നിവ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതും കൂടി നമ്മൾ നോക്കണം. അത്രയാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നോക്കി പെട്ടെന്ന് എന്താ പറഞ്ഞേക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്താ, ഈ CT, MRI സ്കാനേഴ്സ് പോലുള്ള സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റ്സിൽ വയ്ക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത്, ഈ ഡിപ്പാർട്ട്മെന്റ് വോക്കിംഗ് പേഷ്യൻസിന് മാത്രമല്ല നടക്കാൻ പറ്റാത്ത, പെട്ടെന്ന് ദ്രുതഗതിയിൽ റാപ്പിഡ് ആയിട്ട് സ്കാനിങ് ആവശ്യമുള്ള എമർജൻസി പേഷ്യൻസിനും കൂടി ഡിപ്പാർട്ട്മെന്റ് പരിഗണിക്കുന്നുണ്ട്, കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞ OPD പേഷ്യൻസ്, ഇൻപേഷ്യൻസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നിവരിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ അടുത്തത് പറഞ്ഞത്, ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കരുത്. പിന്നെ അടുത്തത് പിന്നീട് എന്തെങ്കിലും എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു ഇതും കൂടി വേണം. It should have some room for expansion at a later date. ഇതിനടുത്ത് ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ഫ്ലെക്സിബിലിറ്റി, വഴക്കം, എക്സ്പാൻഡബിലിറ്റി, വിസ്താരം, അപ്ഗ്രേഡബിലിറ്റി, ഉയർത്തുക അല്ലെങ്കിൽ പുതുക്കുന്നത് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ആവശ്യങ്ങള് റിക്വയർമെന്റ്സ് required to be taken into account while sitting the department. ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കണക്കിലെടുക്കേണ്ടത്. ഇനി എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇത്രയാണ് ലൊക്കേഷൻ. ഓക്കെ, ക്ലിയർ ആയോ?
ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇത്ര എടുത്തേലോ നമ്മൾ ഏതൊക്കെ പറഞ്ഞ കുറച്ചെടുത്തുള്ളൂ. എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞായിരുന്നു. ആ ഒരു സെന്റൻസ് നോട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പലതരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജി പറഞ്ഞത്, എക്സ്റേ പറഞ്ഞു. ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സ്റേ പറഞ്ഞു, അൾട്രാസൗണ്ട്, CT, MRI സ്കാൻ പറഞ്ഞു. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്കാണ്. MRI പോർഷൻ പ്ലീസ് ഷോ. നോട്ട്സ് എഴുതണം. MRIയുടെ പോർഷൻ ആണോ? MRI ഇതേനാ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ടെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി കിട്ടാത്തവരുണ്ടോ ടെക്സ്റ്റ്? MRI എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ ഓർക്കുക, അതൊരു നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ പറയാ, നമുക്ക് അത് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ഒരു സ്കാനിങ് പ്രോസസ് ആണ് MRI സ്കാൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അത് നമ്മളിപ്പോ MRI ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നമ്മളിങ്ങനെ ഒരു ട്യൂബിലൂടെ, അത് സിനിമയിലാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ട്യൂബിൽ കൂടെ അങ്ങനെ ആളെ കടത്തിവിടും. അത് നമുക്ക് എന്താ പറയാ, നമുക്കത് നല്ല സൗണ്ട് കേൾക്കും. ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കും. പിന്നെ അതിനകത്ത് 3 ഡൈമെൻഷണൽ ഇമേജാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ബ്ലഡിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, പൊട്ടിയ ലിഗ്മെന്റ്സുകൾ എന്തെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ടെൻഡൻസ്, സ്നായുക്കള്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് MRI എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? ബയോപ്സി ആണോ? ബയോപ്സി എന്ന് പറഞ്ഞ എന്താ? ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ നോട്ട് നിങ്ങൾ എഴുതണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ ശരീരത്തിലുള്ള ഒരു ലിവിങ് സെല്ല്, ഒരു ചെറിയ പീസ് ഓഫ് ടിഷ്യൂ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ എക്സാമിൻ ചെയ്യാൻ കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ, ഇതാണ് ബയോപ്സി എന്ന് പറയുന്നത്. സ്മോൾ പീസ് ഓഫ് ടിഷ്യൂ ടേക്കൺ ഫ്രം ലിവിങ് പേഴ്സൺ is examined under microscope to find out the type of disease. എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ലിവിങ് സെല്ല്, നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ഒരു ചെറിയ പീസ്, ഒരു ടിഷ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യാൻ കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ, ഇതാണ് ബയോപ്സി. ആർക്കെങ്കിലും ഒക്കെ ബയോപ്സി ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും അസുഖമൊക്കെയാണ് നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടറിന് എന്തെങ്കിലും സംശയം വരാം, ഈ രോഗമാണോ എന്നൊക്കെ. അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മളൊരു ടെസ്റ്റിന് അയക്കുന്നതാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ടിഷ്യൂ എടുത്ത് ടെസ്റ്റിന് അയക്കുന്നു, അതാണ് ബയോപ്സി. അഭിരാമിക്ക് ചെയ്തിട്ടുണ്ടോ? അഭിരാമി ദേവൂനി ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞാൻ അൺമ്യൂട്ട് ചെയ്യേ, ഇത് ചോദിച്ചു. അഭിരാമിക്ക് എന്തിനാണ് ബയോപ്സി ചെയ്തേ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അഭിരാമി? അഭിരാമി കുട്ടിയില്ലേ? ദേവു എസ് എന്ന് പറഞ്ഞല്ലോ ബയോപ്സി ചെയ്തിട്ടുണ്ടെന്ന്. എന്തിനാണ് അഭിരാമിക്ക് ബയോപ്സി ചെയ്തേ? അഭിരാമി അല്ല മാഡം, ദേവു ആണോ? ദേവുവിന് എന്തിനാണ് ചെയ്തേ? എന്തായിട്ട്? യൂട്രസില് ഒരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ലാപ്രോസ്കോപ്പി വഴി എടുത്തിട്ട് ബയോപ്സി ചെയ്തായിരുന്നു. ലാപ്രോസ്കോപ്പി ചെയ്തു. ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് അത് എടുത്ത നമ്മുടെ ഫൈബ്രോയിഡ് ഉണ്ടല്ലോ, അത് ബയോപ്സിക്ക് വിട്ടായിരുന്നു. ഓക്കെ, ലാപ്രോസ്കോപ്പി ചെയ്ത് ഫൈബ്രോയിഡ് എടുത്തിട്ട് അത് ബയോപ്സിക്ക് അയച്ചു അല്ലേ? അതെ. അത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, നെഗറ്റീവ് ആയിരുന്നു. ഓക്കെ, ഡോക്ടർ ബയോപ്സിക്ക് അയക്കുന്നതാണ്. അത് നേരിട്ട് ബയോപ്സി ചെയ്തവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലുണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ ചെയ്യണേന്റെ കാര്യങ്ങളൊക്കെ. നമുക്ക് ചെറിയ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലൊക്കെ ഒന്ന് എടുത്ത് കാണാം കേട്ടോ. ഓക്കെ, അതിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഞാൻ കുറച്ച് പോർഷൻസ് എടുക്കുന്നുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകുക. അത്രയും കാര്യങ്ങൾ അന്ന് തന്നെ ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സോടെങ്കിൽ പറയുന്നതാണ്. നമ്മൾ എടുക്കുന്ന അത്രയും അന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ക്ലിയർ ആയി പോയ കാര്യങ്ങളാണ്. അതൊന്നുകൂടി നമ്മൾ വായിച്ചു വെച്ചാലാണ് നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. അതിന് പിന്നെ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും വായിച്ചു വെക്കണം.
ഓക്കെ, എക്സാം വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും, നമ്മുടെ മനസ്സിൽ അത് ഓർമ്മയുണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത്. ആൻജിയോഗ്രഫി ഒക്കെ ആണെങ്കിലും ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ അങ്ങനെ തന്നെ ചോദിച്ചോളൂ. എന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കാം. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ബ്ലോക്ക് ഒക്കെ ഉണ്ടോ, എവിടെയോ ബ്ലോക്ക് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറയാം. ആൻജിയോപ്ലാസ്റ്റി എന്താ, അതൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് കണ്ടുപിടിച്ചിട്ട് ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് ആ ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതി, ഒരു ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ബയോപ്സി ഇപ്പൊ പറഞ്ഞു. പിന്നെ കാർഡിയാക് കാത്തറൈസേഷൻ, കാത്ത് ലാബില് കാർഡിയോളജിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറഞ്ഞത്. മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ലൊക്കേഷനും കൂടി പറഞ്ഞു. റേഡിയേഷൻ ഓങ്കോളജി അറിയാം. ക്യാൻസർ എന്നൊക്കെ നമ്മൾ റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നതൊക്കെ, അല്ലെങ്കിൽ അത് മറ്റുള്ള സെല്ലുകളിലേക്കൊക്കെ വ്യാപിക്കുന്നത് തടയുകയൊക്കെ ചെയ്യുന്നു. റേഡിയേഷൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ലൊക്കേഷനാണ് പറഞ്ഞു നിർത്തി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.